എന്ന് വെച്ചാൽ ഒരു മടി പിടിച്ച ദിവസമാണ്. അപ്പോൾ ആകെ കയ്യിലുള്ള ഒരു ക്യാബേജും പിന്നെ ഉള്ളിയാണേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ചോറ് ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് പരീക്ഷണമാണ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഒരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഫുള്ള് കാണണേ. കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ക്ലോറിൻ വെള്ളമാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഞാൻ അത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഫിൽറ്റർ ചെയ്ത വെള്ളമുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വീണ്ടും അതൊന്നുകൂടെ കഴുകിയിട്ട് കുറച്ച് സമയം ഈ പരിപ്പ് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കുക, കുറച്ച് സമയം ഒന്ന് കുതിർത്തി വെച്ചിട്ട് നമുക്ക് പിന്നെ അതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം ഞാൻ കുതിർത്താൻ വെച്ചിട്ട് പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്താൻ വെച്ചിട്ട് ഞാൻ പിന്നെ ഇതെന്ത് അധിക സമയമൊന്നും കുതിർത്താൻ വെച്ചാൽ ഞാൻ വിശന്ന് ചത്തുപോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് മതിയെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്ത് കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ട് അത് ഞാൻ വേഗം അടച്ചിട്ട് ഇതാക്കിയെടുക്കുക ചെയ്തത്, വേവിച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ അടുത്ത് ഞാൻ ചുമ്മാ ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ് കാബേജ് കട്ട് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഇപ്പം തന്നെ 2-3 വിസിൽ വന്നു. ഒരു 5-6 വിസിൽ എന്തായാലും വേവുമായിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് വേറൊരു പാനിലേക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാ സൈഡിലേക്ക് ആക്കി കൊടുക്കുക ചെയ്ത്. എന്നിട്ട് കുറച്ച് എന്താ പറയുക കടുക് ഇട്ട് കൊടുത്ത്. ഇതൊക്കെ എൻ്റെ പരീക്ഷണമാണ് കേട്ടോ. സക്സസ് ആയിട്ടുണ്ടായിരുന്നു ചെയ്തപ്പോൾ. കാരണം മടിയായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അങ്ങനെ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ട് ക്യാബേജ് ഒന്ന് എന്താ പറയുക വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്, വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഈ സാധാരണ എന്താ വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് പൊടികളിട്ടാൽ പെട്ടെന്ന് അതിലേക്ക് പിടിച്ചോളും. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മളെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഒക്കെ പെട്ടെന്നാട്ടോ, ഒരുപാട് സമയം എടുക്കേണ്ട. 2 മിനിറ്റ് കൊണ്ട് തന്നെ പരിപ്പ് വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് തീ കൂട്ടിയാണ് വെച്ചത്. എന്നിട്ട് 5-6 വിസിലടിച്ചപ്പോൾ പരിപ്പ് സെറ്റ്. അപ്പം നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച എന്താ പറയുക ക്യാബേജ് വെന്തിട്ടിട്ടായിരുന്നു. അപ്പം അതിലേക്ക് ചേരുവകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കി വീണ്ടും വേവിക്കുക ചെയ്ത്. കുറച്ച് സമയം കഴിയുമ്പം തന്നെ എന്താ പറയുക ഇത് അടച്ച് വേവിക്കുമ്പം തന്നെ നമ്മളെ ക്യാബേജ് ഉപ്പേരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പിൽ അത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. ഞാൻ സ്പൂൺ കൊണ്ട് തന്നെയാണ് ഉടയ്ക്കുന്നത്. ഇതൊക്കെ എന്താ പറയുക ആദ്യമായിട്ടാണ് ഇങ്ങനത്തതൊക്കെ ചെയ്യുന്നത്, ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതൊന്ന് ഉടച്ചിട്ട് ഈ ക്യാബേജ് എടുത്തിട്ട് വേവിച്ച് വെച്ച ക്യാബേജ് ഉപ്പേരി കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് ഉപ്പേരി ആയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ എന്താ പറയുക ഒരു കറിയും റെഡി, എന്താ പറയുക ഒരു ഉപ്പേരിയും റെഡി. അപ്പം ഞാൻ കുറച്ച് ക്യാബേജ് ഉപ്പേരീൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുക്കർ അടച്ചിട്ട് വീണ്ടും വേവിക്കാൻ വെക്കുക ചെയ്യുന്നത്. 2-3 വിസിലാകുമ്പോഴേക്ക് അത് സെറ്റ്. പിന്നെ ഞാൻ ഒരു ഉള്ളി എടുത്തിട്ട് എന്താ പറയുക വറവിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി കഷ്ണം മുറിച്ച് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് ഉള്ളി കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് വഴറ്റിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതിന് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടുമ്പോൾ തന്നെ എന്താ പറയുക എനിക്ക് ഭയങ്കര പേടി കേട്ടോ കടുകിട്ട് പൊട്ടിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ, പേടിയുണ്ടോ? എന്നിട്ട് അടുത്ത് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉള്ളി പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിടുന്നത് നല്ലതാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്തത്. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് നേരത്തെ നമ്മൾ ആക്കി വെച്ച ഇതില്ലേ പരിപ്പും ക്യാബേജ് തോരനും മിക്സ് ചെയ്ത സാധനം അതിലേക്ക് ഇതൊക്കെ ഇട്ട് വറവിട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്തത്. ഞാൻ കുറച്ച് സ്പീഡൊക്കെ കൂട്ടി നല്ലോണം പെട്ടെന്ന് എനിക്കെന്ന് വെച്ചാൽ വിശക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് വേഗം വേവിച്ചെടുക്കുക ചെയ്തത്. നല്ല തിള വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉപ്പേരിയും റെഡി, എന്താ പറയുക കറിയും റെഡി. അപ്പം നമുക്ക് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി അത്. ട്രൈ ചെയ്ത് നോക്കണേ.